ദ ഗിവിങ് ട്രീ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിസ്ക്രൈബ് ഹൗ ദ ടൈറ്റിൽ ദ ഗിവിങ് ട്രീ ഈസ് എ സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റോറി. അതായത് ഈ ഒരു ഗിവിങ് ട്രീ എന്ന ഈ ഒരു തലക്കെട്ടുണ്ടല്ലോ, അത് ഈ സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്താം. അപ്പോൾ ഈ ഒരു സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് അത്. അപ്പം ദ ഗിവൻ ട്രീ ഈസ് എ വെരി സ്യൂട്ടബിൾ, അതിൻ്റെ ഇടയിൽ ടൈറ്റിലും കൂടെ എഴുതി ആഡ് ആക്കാം കേട്ടോ. സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി ബിക്കോസ് ദ ട്രീ ഗിവ്സ് എവറിത്തിങ് ടു ദ ബോയ് വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ് ബാക്ക്. ഇറ്റ് ഷോസ് ലവ് ആൻഡ് കൈൻഡ്നസ് ഓഫ് ദ ട്രീ ടു ദ ബോയ് by providing fruits, branches, shades, even its trunk. It's a beautiful story showing love and friendship between a boy and a tree. അപ്പോൾ ഇതിൽ പറയുന്നത് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടൈറ്റിൽ തന്നെയാണ്. കാരണം ഈ ഒരു ട്രീ ഇവന് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു ബോയ്ക്ക്, ഒന്നും തിരികെ എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെ. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സും ബ്രാഞ്ചസും അതുപോലെ തന്നെ അതിൻ്റെ ഷെയ്ഡ്സും അതുപോലെ തന്നെ അതിൻ്റെ ട്രങ്ക് വരെ അത് കട്ട് ചെയ്ത് എടുത്തു എന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോയിട്ട് ബോട്ട് വരെ ഉണ്ടാക്കിയത് നമുക്കറിയാം. അപ്പം അതൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കുന്ന ഒരു സ്റ്റോറിയാണെന്നാണ് അപ്പം ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇത് എടുത്ത് എഴുതാൻ, നിങ്ങൾക്ക് ഇതൊന്നും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കി എഴുതാം കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റി പറയുന്നത് ആ ഒരു കഥയുടെ അവസാനം നമുക്കറിയാം ആ ഒരു ട്രീ അതിൻ്റെ സ്റ്റെമ്പ് മാത്രമേ ബാക്കിയുള്ളൂ, വേറെ ഒന്നുമില്ല, ബാക്കിയൊക്കെ അവൻ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അവൻ ഓൾഡായി, അവന് കുറച്ച് വയസ്സൊക്കെ ആയപ്പോൾ അവൻ പിന്നും ഈ ട്രീയെ കാണാൻ വന്നപ്പം ആ ട്രീ വിളിച്ച് അവനെ അതിൻ്റെ സ്റ്റെമ്പിലിരുന്നിട്ട് എന്താ നീ റെസ്റ്റ് എടുത്തെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ട്രീൻ്റെ മുകളിൽ അവന് കയറിയിരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്തൊക്കെ തോട്ട്സ് ആയിരിക്കും അവൻ്റെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവാമെന്നാണ് എഴുതേണ്ടത്. അതായത് പണ്ടത്തെ കാര്യങ്ങളും ഈ ട്രീ അവനെ ഹെൽപ്പ് ചെയ്തതൊക്കെ ആയിരിക്കും അവന് മനസ്സിലിങ്ങനെ ഓർമ്മയായിട്ടുണ്ടാവും. അവനക്ക് തിരിച്ചൊന്നും കൊടുക്കാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് എഴുതാം. Oh my God, what a faithful friend this tree has been. I had countless good memories with this tree that give everything I want. Supported me on my bad situations. I climbed and ate the fruits from this when I was kid, but I regretting about that. Why am being like a selfish when I grown. I didn't pay anything back to this tree. I always greedy about my own life pleasure, but the tree would never make me alone. It's still inviting me to take rest on his stump. അപ്പോൾ അവൻ ആലോചിക്കുന്നത്, എൻ്റെ ദൈവമേ, എനിക്ക് ഈ ഒരു ട്രീ ഇത്രയൊരു ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു ട്രീനെ എനിക്ക് ഫ്രണ്ടായി കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ അവനിൽ നിന്നും കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് എൻ്റെ അത്യാഗ്രഹമായ ജീവിതത്തിന് വേണ്ടി. അപ്പം എന്നിട്ടും അവൻ എന്നെ എന്താ ചെയ്യാണ്, ഇൻവൈറ്റ് ചെയ്യാണ് അതിൻ്റെ സ്റ്റെമ്പിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ അത്രയ്ക്ക് സ്നേഹമാണ് ആ ട്രീക്ക് എന്നോട്, എന്നിട്ട് എനിക്കതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് അവന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോറിയുടെ ഓർഡറിൽ നമ്മൾ ഇവിടെ സെൻറ്റൻസ് ആക്കി എഴുതാനാണുള്ളത്. അപ്പം അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങളത് ചെയ്ത് നോക്കുക. എന്നിട്ടിതാ ഈ ഒരു ആൻസറും കൂടെ നോക്കുക. എന്നിട്ട് നിങ്ങൾ അത് നന്നായിട്ട് നോട്ടിലേക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റിലേക്കോ തന്നെ എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.